ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡെസേർട്ട് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ സിമിലറായിട്ട് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഭയങ്കര ക്രേവിങ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് അതിയായ മോഹം. അപ്പോൾ സ്വീറ്റ്സായിട്ട് ഇപ്പോൾ ചേർക്കാനാണെങ്കിൽ ഡേറ്റ്സൊക്കെ കയ്യിലുണ്ട്, പക്ഷെ അതൊന്നും അത്ര നല്ലതല്ല. വീണ്ടും വീണ്ടും അത് തിന്നാനുള്ള ടെൻഡൻസി വരും എന്നതുകൊണ്ട് തന്നെ ഞാൻ മധുരങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു മധുരവും ചേർത്തിട്ടില്ല. ഫ്രൂട്ടായിട്ട് കയ്യിലുള്ളത് ഫ്രോസൺ സ്ട്രോബെറി ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തത്, ഈ ഒരു പുഡിങ് എന്നൊക്കെ പറയാം, ഇത് ചെയ്തത് എന്ന് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ ഫ്രോസൺ സ്ട്രോബെറിയാണ് ഉള്ളത്. അതൊരു പാക്ക് വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ, ക്രേവിങ് വരുമ്പോൾ ഒക്കെ എടുത്തിട്ട് കഴിക്കാമെന്നുള്ള നിലക്കാണ് ഫ്രോസൺ വാങ്ങി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 4 എടുത്തിട്ട്, എൻ്റെ ഈ ഒരു ബ്ലെൻഡർ എന്ന് പറയുമ്പോൾ ഐസ് ക്രഷിന് സ്പെഷ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മിക്സിയിലാണെങ്കിൽ പൾസ് മോഡിൽ ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താലും മതി. ഇതിൽ നല്ല പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഒരു 30 സെക്കൻഡ് മതിയാകും. അതിനകം തന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ, ഒറ്റ പീസും ബാക്കിയില്ല. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സീഡ്സും നട്ട്സുമാണ് എടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വീതം മത്തൻ കുരുവും 2 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡും, പിന്നെ അതിലേക്ക് ബദാം ഒരു 10-15 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. സാധാരണ ഞാൻ മത്തൻകുരുവും ഫ്ലാക്സ് സീഡും മാത്രമായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത് ബ്രെഡിലേക്കൊക്കെ 2 ടേബിൾ സ്പൂണ് മാത്രം. അതേപോലെ ചെറിയ അളവിൽ എന്തെങ്കിലുമൊക്കെ പൊടിച്ചെടുക്കാനാണെങ്കിൽ ഈ ഒരു മിക്സി ജാർ അടിപൊളിയാണ് കേട്ടോ. ഈ കോഫി ഗ്രൈൻഡ് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനിതുവരെ കോഫി ഒന്നും ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. ഇതേപോലെ സീഡ്സൊക്കെ അസലായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇപ്പം ഞാനിതിലേക്ക് ഓവർലോഡാണ് കൊടുത്തത് എന്ന് തോന്നുന്നു. എന്നാലും ഒരു 95% പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എന്തായാലും തുറന്ന് നോക്കാം എത്ര ഉണ്ടെന്ന് അറിയാമല്ലോ. ഞാൻ ചേർത്ത് കൊടുത്ത ബദാം റോസ്റ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു എണ്ണയുടെ നനവ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സാധാ ബദാമാണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. ഒരു 3 പീസ് ചെറിയ പീസ് ബദാം മാത്രമേ കിടക്കുന്നുള്ളൂ. സീഡ്സൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ക്രഷ് ചെയ്ത് വെച്ച സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. അത് ആ ഐസിൻ്റെ തണുപ്പൊക്കെ പോയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ, അല്ലെങ്കിൽ ഈ പൊടിച്ചിട്ട ബദാമിന് പകരം സോക്ക് ചെയ്തിട്ട് ബദാം അരച്ച് ചേർത്താലും മതി കേട്ടോ. ഒരു ക്രീം പോലെ, ജസ്റ്റ് ഒരു പാല് പോലെ ഒരു 1/2 ഗ്ലാസ് അരച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സിൽ ഇത് ഒന്നുകൂടെ കട്ടിയായിട്ട് വരും. ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മതി. ഇനി ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. മുൻപ് ഞാൻ ചിയാ സീഡൊക്കെ ചേർത്തിട്ടാണ് കഴിച്ചിരുന്നത്, പക്ഷേ പ്രാവശ്യം ചിയാ സീഡൊക്കെ തീർന്നു പോയിട്ടോ. അപ്പോൾ കയ്യിലുള്ള സീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അതിയായ ക്രേവിങ് ഒക്കെ വരുമ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം കിട്ടും കേട്ടോ. ഈ ഒരു സ്ട്രോബെറിയിലെയും അതേപോലെ ബദാമിൻ്റെയൊക്കെ പാലിലൊക്കെ ഉള്ള ഒരു കുഞ്ഞു മധുരം ഉണ്ടല്ലോ, അത് മതി. ഇതിലേക്ക് സാധാ ഒരു ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, സാധാ ഒരു ഫോളോ ചെയ്ത് പോകുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അവർ ചിലപ്പോൾ മധുരം ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ഡയറ്റിൽ നിൽക്കുന്നവർക്ക് ഇതിൽ പഞ്ചസാരയുടെ ആവശ്യമൊന്നും തോന്നൂല കേട്ടോ, അല്ലെങ്കിൽ മറ്റു മധുരങ്ങളുടെ ആവശ്യമൊന്നും തോന്നൂല. ഇങ്ങനെ തന്നെ മതിയാകും. പിന്നെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അല്പം കാപ്പിപ്പൊടി മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീകി ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഭംഗിക്ക്. പിന്നെ അതിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസൊക്കെ ഇടയിൽ കഴിക്കാൻ കിട്ടും. അല്ലെങ്കിൽ കോഫി പൊടിയാണെങ്കിൽ ഇതേപോലെ ചില സ്ഥലത്തൊക്കെ ഒരു കോഫിയുടെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ഡയറ്റിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം, മധുരങ്ങളൊന്നും ഇല്ലാതെ തന്നെ.
നിങ്ങളുടെ കയ്യിൽ ഇനി ചിയാ സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു നേരത്തേക്ക് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മതിയാകും. ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു ഐസ്ക്രീം ബൗളിലേക്കുള്ള ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.